ലോകം മുഴുവൻ വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് ഭാരതീയ മസ്ദൂർ സംഘത്തിന് വലിയൊരു പങ്ക് ഇക്കാര്യത്തിൽ വഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ ലോകമാസകലം ഭാരതീയ മസ്ദൂർ സംഘത്തിന് അംഗീകാരവും ലഭിക്കുന്നുണ്ട്. ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞാൽ ചൈനയിലെ ട്രേഡ് യൂണിയനാണ്. പക്ഷേ അതൊരൊറ്റ സംഘടനയാണ്. അത് സർക്കാരിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയ്ക്കുള്ള അംഗീകാരമാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആഗോളതലത്തിലുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ ഭാരതീയ മസ്ദൂർ സംഘത്തിന് വലിയൊരു പ്രവർത്തനം കാഴ്ചവെക്കാനുണ്ട്. പ്രത്യേകിച്ച് 4 മേഖലകളിലാണ് ഈ പ്രവർത്തനത്തിൻ്റെ ആവശ്യം വരുന്നത്. ഒന്ന് ILOയിൽ, 2 ITUCയുമായി ബന്ധപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ കോൺഫെഡറേഷനാണ് ITUC. വിവിധ രാജ്യങ്ങളിലുള്ള ട്രേഡ് യൂണിയനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ മൂന്നാമതായിട്ട് ബ്രിക്സ് ദേശങ്ങൾ, 5 രാജ്യങ്ങളുടെ ഒരു സംഘാതമാണ് ബ്രിക്സ്. ഇപ്പോൾ അടുത്ത കാലത്ത് ആഫ്രിക്കൻ യൂണിയനെ കൂടി അതിലേക്ക് ചേർക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ബ്രിക്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനങ്ങളിലും BMSന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ 4മതായിട്ട് L20, G20യുടെ ഭാഗമായിട്ട് വരുന്ന L20. ഇങ്ങനെ പല വേദികളിൽ കാര്യമായിട്ടുള്ള പങ്ക് ഭാരതീയ മസ്ദൂർ സംഘം ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ L20യിൽ നമ്മുടെ പങ്കാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ വർഷവും ILO സമ്മേളനത്തിൽ ഭാരതത്തിൽ നിന്ന് ട്രേഡ് യൂണിയനുകളുടെ ഒരു ഗ്രൂപ്പ് പങ്കെടുക്കുന്നുണ്ട്. ആ ട്രേഡ് യൂണിയൻ ഗ്രൂപ്പിനെ നയിക്കുന്നത് ഭാരതീയ മസ്ദൂർ സംഘമാണ്. അപ്പോൾ ബാക്കിയുള്ള ട്രേഡ് യൂണിയൻ മുഴുവൻ അഡ്വൈസേഴ്സ്, ഉപദേശകർ എന്നുള്ള സ്ഥാനം വഹിച്ചുകൊണ്ടാണ് അവിടെ പങ്കെടുക്കുന്നത്. BMSന് മാത്രമാണ് വോട്ടിംഗ് റൈറ്റ് അവിടെയുള്ളത്. അതിൻ്റെ കാരണം ILOൻ്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദ മോസ്റ്റ് റെപ്രസെൻറ്റഡ് ട്രേഡ് യൂണിയൻ, ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ട്രേഡ് യൂണിയനാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. ആ നിലയ്ക്ക് കഴിഞ്ഞ 1995 മുതൽ ഭാരതീയ മസ്ദൂർ സംഘമാണ് ഇന്ത്യൻ ട്രേഡ് യൂണിയനുകളുടെ ആ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് ILOയിൽ പങ്കെടുക്കുന്നത്. ILOയിൽ 187 രാജ്യങ്ങളാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. അതിൽ സർക്കാർ പ്രതിനിധികൾ, തൊഴിലുടമകളുടെ പ്രതിനിധികൾ, തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾ, ഇത് 3 കൂടി പങ്കെടുക്കുന്ന ഒരു വലിയ കോൺഫറൻസാണ് നടക്കുന്നത്. ഇത് കൂടാതെ ILOയുമായി ബന്ധപ്പെട്ട നിരവധി പരിപാടികൾ, അത് ഭാരതത്തെ കേന്ദ്രീകരിച്ചും വിദേശത്തും ഏഷ്യ പസഫിക് റീജിയനെ കേന്ദ്രീകരിച്ചുമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിലൊക്കെ വളരെ സക്രിയമായിട്ടുള്ള ഒരു സാന്നിധ്യം ഭാരതീയ മസ്ദൂർ സംഘം കാഴ്ചവെച്ചിട്ടുണ്ട്. ILO കൺവെൻഷനുകൾ അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ്, ഇങ്ങനെ 2 തരത്തിലാണ് അവിടെ പാസ്സാക്കുന്നത്. കൺവെൻഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് അതാത് രാജ്യങ്ങൾ അവരുടെ പാർലമെൻറ്റിൽ അത് അഡോപ്റ്റ് ചെയ്യണം. അഡോപ്റ്റും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ റാറ്റിഫൈ ചെയ്യണം. റാറ്റിഫൈ കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആ രാജ്യത്തെ നിയമം പോലെ ഉള്ള പ്രാധാന്യത്തോട് നിലവിൽ വരും. പക്ഷേ ഈ റാറ്റിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഭാരതം വളരെ പുറകിലാണ്. എല്ലാ വർഷവും ILOയുടെ ഡയറക്ടർ ജനറലുടെ റിപ്പോർട്ടിൽ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കുറവ് റാറ്റിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. 2 പ്രമുഖ രാജ്യങ്ങളെക്കുറിച്ച്, ഒന്ന് അമേരിക്ക, ഒന്ന് ഭാരതം. ഭാരതം കേവലം 47 കൺവെൻഷൻ മാത്രമേ ഇതുവരെ റാറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഏതാളും 200ഓളം കൺവെൻഷൻ ഇതുവരെ പാസ്സായിട്ടുണ്ട്. അതിൽ 47 മാത്രമേ ഇതുവരെ പാസ്സാക്കിയിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള പലതും അതിൽ റാറ്റിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ILOൻ്റെ ഭാരതത്തിലെ ഏഷ്യ പസഫിക് റീജിയണൽ ഓഫീസ് അവരൊരു പ്രധാന പ്രവർത്തനം ഇത്തരത്തിലുള്ള ILO ബാക്കി കൺവെൻഷനും കൂടി പാസ്സാക്കുന്നതിനുള്ള സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിലാളികളുടെ അതേ മാനദണ്ഡങ്ങളനുസരിച്ചുള്ള എല്ലാ അവകാശങ്ങളും നൽകണം എന്നുള്ളൊരു ആവശ്യം വളരെ കാലമായിട്ട് ILOയിലും അന്തർദേശീയ വേദികളിലൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അതനുസരിച്ച് ഭാരതത്തിലും നിരവധി ട്രേഡ് യൂണിയനുകൾ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ, ഗാർഹിക തൊഴിലാളികളുടെ യൂണിയനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഭാരതീയ മസ്ദൂർ സംഘം വളരെ കാലം മുമ്പ് തന്നെ, ഒരുപക്ഷെ
ആദ്യമായിട്ട് ഭാരതത്തിൽ അത്തരത്തിലുള്ള ഗാർഹിക തൊഴിലാളികളുടെ യൂണിയനുകൾ രൂപീകരിച്ച അത് ഭാരതീയ വസ്തു സംഘമാണ്. അതിനുശേഷം അതിൻ്റെ പ്രവർത്തനം ബോംബെയിലും മറ്റും നടക്കുന്നുണ്ട്. ILO കഴിഞ്ഞ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കൺവെൻഷൻ പാസ്സാക്കണമെന്ന് തീരുമാനിച്ച് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ഒടുവിൽ അത് പാസ്സാക്കി എടുക്കുകയും ചെയ്തു. അത് വളരെ ഐതിഹാസികമായിട്ടുള്ള ഒരു ഇതാണ്. ആ കൺവെൻഷൻ പക്ഷേ ഭാരതം ഇതുവരെ റാറ്റിഫൈ ചെയ്തിട്ടില്ല. റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് ഭാരതത്തിൽ അത് നടപ്പിലാക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. ഭാരതത്തിൽ ഈ ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ചൊരു പോളിസി സ്റ്റേറ്റ്മെൻറ്റ് സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഈ സേവ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ITUC നിരവധി രാജ്യങ്ങളിലുള്ള ട്രേഡ് യൂണിയനുകളുടെ ഒരു കോൺഫെഡറേഷനാണ്. ആദ്യകാലത്ത് 3 അത്തരത്തിലുള്ള കോൺഫെഡറേഷനുകളാണ് ശക്തമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ICFTU എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന, അത് കൂടുതലും മുതലാളിത്ത രാജ്യങ്ങളുടെ ട്രേഡ് യൂണിയനാണ്. രണ്ടാമതായിട്ട് WCL എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പ്രവർത്തകരുടെ ട്രേഡ് യൂണിയനുകളുടെ ഒരു ഗ്രൂപ്പാണത്. മൂന്നാമതായിട്ട് കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള WFTU എന്നുള്ള സംഘടന. അതിൽ WFTU സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലും കമ്മ്യൂണിസം ലോകത്ത് നിന്നും അപ്രത്യക്ഷമാകുന്ന സാഹചര്യത്തിൽ WFTU വളരെ ദുർബലമായി. ഇന്ന് ഗ്രീസിൽ കുറച്ച് യൂണിയനുകളും ഭാരതത്തിലെ 2-3 കമ്മ്യൂണിസ്റ്റ് യൂണിയനുകളുമാണ് അതിൻ്റെ ആകെയുള്ള ശക്തി. അപ്പോൾ വളരെ ദുർബലമായതുകൊണ്ട് ILOയിലും മറ്റും അവർക്ക് വലിയ കാര്യമായിട്ടുള്ള സ്വാധീനമില്ല. അതേസമയത്ത് ITUCയും WCLും കൂടെ അവർ രണ്ടുപേരും ലയിക്കുകയും ITUC ഒറ്റ സംഘടനയായിട്ട് മാറുകയും ചെയ്തു. മാത്രമല്ല ITUCയുടെ ആ മുതലാളിത്ത സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും പഴയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരും സോഷ്യലിസ്റ്റുകളും പകുതി സോഷ്യലിസ്റ്റുകളും പകുതി കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാരൊക്കെ ഇന്ന് ITUCയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കോൺഫെഡറേഷനായിട്ട് ഇന്ന് ITUC മാറി. എന്ന് മാത്രമല്ല ILOയിൽ ഏറ്റവും കൂടുതൽ ശക്തമായി സ്വാധീനം ചെലുത്തുന്ന കോൺഫെഡറേഷനും ITUCയാണ്. ILOവിൻ്റെ മിക്കവാറും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് വരെ ITUCയാണ് നയിക്കുന്നത്. മാത്രമല്ല ITUCയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗൈ റൈഡർ, അദ്ദേഹം പിന്നീട് ILOവിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അത്രയും സ്വാധീനം ITUCക്ക് ILOവിൻ്റെ മുകളിലുണ്ട്. ബ്രിക്സ് ഒരു അന്താരാഷ്ട്ര വേദിയാണ്, 5 രാജ്യങ്ങളിലെ ഒരു വേദി. അതിൻ്റെ ഒരു സവിശേഷത കുത്തക മുതലാളിത്ത രാജ്യങ്ങളും അതുപോലെ തന്നെ വികസിത രാജ്യങ്ങൾക്കും കാര്യമായിട്ടുള്ള സ്വാധീനമില്ലാത്ത ഒരു വേദിയാണത്. പക്ഷേ അത് ശക്തമായിട്ടുള്ളൊരു വേദിയാണത്. കാരണം ലോകത്തിൻ്റെ 45% ജനസംഖ്യയും ഈ ബ്രിക്സ് രാജ്യങ്ങളിലാണ്, 5 രാജ്യങ്ങളിലാണ് ഉള്ളത്. ലോകത്തിൻ്റെ 45% സാമ്പത്തിക ശക്തിയും ഈ 5 രാജ്യങ്ങളാണ് വഹിക്കുന്നത്. അതിൽ ഭാരതമുണ്ട്, ചൈനയുണ്ട്, ബ്രസീലുണ്ട്, റഷ്യയുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്. ഈ 5 രാജ്യങ്ങളിലുള്ളിലാണ് ഉള്ളത്. അടുത്ത കാലത്ത് ആഫ്രിക്കൻ യൂണിയനെ കൂടി അതിൻ്റെ ഭാഗമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രിക്സിൻ്റെ സമ്മേളനങ്ങൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 2012 മുതൽ ബ്രിക്സ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഫോറം, ബ്രിക്സ് ട്രേഡ് യൂണിയൻ ഫോറം എന്നുള്ള പേരിൽ ഈ 5 രാജ്യങ്ങളിലെ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു തുടങ്ങി. അങ്ങനെ 2016 അങ്ങനെ റൊട്ടേഷനിൽ ഈ 5 രാജ്യങ്ങളുടെ റൊട്ടേഷനിലാണ് അത് സമ്മേളനം നടക്കുക. ഭാരതത്തിൽ അതിൻ്റെ സമ്മേളനം നടന്ന സമയത്ത് ഭാരതത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ളതിലേക്ക് ഭാരതീയ വസ്തു സംഘമാണ് അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. വളരെ നല്ല രീതിയിൽ നമ്മളത് നടത്തുകയും പുറമേ നിന്ന് വന്ന എല്ലാ ഡെലിഗേറ്റ്സിനും വളരെ സന്തോഷമായി, ഏറ്റവും ഊഷ്മളമായിട്ടുള്ള സ്വീകരണം അവർക്ക് നൽകി. ഡൽഹിയിലെ ഏറ്റവും നല്ല രീതിയിലുള്ള അവർക്കുള്ള അറേഞ്ച്മെൻറ്റ്സും എല്ലാം ചെയ്തതോടുകൂടി വളരെ നല്ല അനുഭവങ്ങളോട് കൂടിയിട്ടാണ് അവർ തിരിച്ചു പോയത്. അതും ഇന്നും അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് 5 വർഷം കഴിഞ്ഞ് 2021 വീണ്ടും ഭാരതത്തിൽ നടന്നു. പക്ഷേ ആ സമയത്ത് കൊറോണയുടെ കാലമായിരുന്നു. അതുകൊണ്ട് ഓൺലൈനായിട്ടാണ് ആ പ്രോഗ്രാം നടന്നത്. അതിലും ഭാരതീയ വസ്തു സംഘമാണ് അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത്.